ഈ ഒരു ഡയലോഗ് നിങ്ങൾ എപ്പോഴെങ്കിലും അറബികളെ ഫേസ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് അതിന് നിങ്ങൾ മറുപടി കൊടുത്തിട്ടുള്ളത്? അവരിങ്ങനെ ചോദിക്കുക, നീയാണ് അതിൻ്റെ ഉത്തരവാദി, അല്ലെ നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരും, നീ അല്ലേ ഇതിൻ്റെ ഉത്തരവാദി? ഇതിന് അൻതൽ മസ്ഊൽ, അൻതൽ മസ്ഊൽ, നീയാണ് ഉത്തരവാദി. അൻതല്ലി മസ്ഊൽ ഹിന, നീയാണ് ഇവിടുത്തെ മസ്ഊൽ, അല്ലെ അൻതല്ലി മസ്ഊൽ ലിഹാദ, നീയാണ് ഇതിനുള്ള ഉത്തരവാദി. അപ്പം മസ്ഊൽ എന്നാൽ ഉത്തരവാദി. ഞാനതിന് ഉത്തരവാദി ഒന്നല്ല കേട്ടോ, എനിക്കൊരു ഉത്തരവാദിത്വമല്ല. അനമാനി മസ്ഊൽ, അനമാനി മസ്ഊൽ, അല്ലെങ്കിൽ മാനി മസ്ഊൽ അന എന്ന് പറയാം. ഞാനതിന് ഉത്തരവാദിയൊന്നല്ല. എൻചല്ലി മസ്ഊൽ, അല്ലെ ഒരാൾ വന്നിട്ട് മീൻ മസ്ഊൽ ഹിന, ആരാ ഇവിടുത്തെ ഉത്തരവാദി? അപ്പോൾ ഇത് സാധാരണ അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു മാറ്ററാണ്. പക്ഷേ ഇതിൽ പറയാത്തൊരു ആംഗിൾ ഉള്ളത്, ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന്. ഉദാഹരണത്തിന് ആക്സിഡൻറ്റ് പറ്റി, അവനാണ് അതിൻ്റെ ഉത്തരവാദി, അതിൻ്റെ ഉത്തരവാദി അവനാണ്. ഹാദ റയ്യാൽ ഹുവൽ മസ്ഊൽ, ഹാദ റയ്യാൽ ഹുവൽ മസ്ഊൽ. ഇനി മുസബ്ബിബ്, അത്തരം സന്ദർഭത്തിൽ മുസബ്ബിബ് എന്ന് പറയും, കാരണക്കാരൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹുവൽ മുസബ്ബിബ് ലി ഹാദ സദബ്, ഈ അപകടത്തിൻ്റെ അല്ലെങ്കിൽ ആക്സിഡൻറ്റിൻ്റെ കാരണക്കാരൻ അവനാണെന്ന് പറയാം. ഇങ്ങനെ അറബികളെ പോലെ നിങ്ങൾക്കും അറബി സംസാരിക്കാൻ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. മഅസ്സലാമ.